സഹനത്തിന്റെ പുത്രിയാണ് വിശുദ്ധ അൽഫോൻസാമ. ജനനം മുതൽ മരണം വരെ അത് അവളെ പിന്തുടരുകയും ചെയ്തു. ജനിച്ച അധികം നാളുകൾ കഴിയും മുമ്പേ അമ്മ മരിച്ചു. പെറ്റമ്മയുടെ സ്നേഹത്തിലോടൽ മതിയാവോളം ഏൽക്കാൻ അൽഫോൻസാമയ്ക്ക് തെല്ലും ഭാഗ്യമുണ്ടായില്ല. പിന്നീട് മാതൃ സഹോദരിയുടെ സംരക്ഷണയിൽ കുറച്ചുകാലം, പിതാവിന്റെയും പിതൃമാതാവിന്റെയും പരിരക്ഷയിൽ പ്രൈമറി വിദ്യാഭ്യാസം. ഇതിനിടയിൽ സന്യാസത്തിലേക്കാണ് വിളിയെന്ന തിരിച്ചറിവ്. സന്യാസാർത്ഥിയായതു മുതൽ ഒപ്പം കൂടിയ രോഗങ്ങൾ, പീഡകൾ, ഒരവസരത്തിൽ സന്യാസം തുടരാൻ പറ്റുമോ എന്ന് പോലും ശങ്കിച്ച നിമിഷങ്ങൾ. മറ്റുള്ളവരുടെ വിമർശനവും പരിഹാസവും വേറെ. പക്ഷേ അവൾ സഹനത്തെ സന്തോഷമായി സ്വീകരിച്ചു. കൂടുതൽ സഹനങ്ങൾ ചോദിച്ചു വാങ്ങി. സഹനത്തെ വിശുദ്ധിയിലേക്കുള്ള രക്ഷാമാർഗമായി അൽഫോൻസാമ കണ്ടു. സഹനത്തിന്റെ നടുവിലെ പൊള്ളുന്ന പ്രാർത്ഥനയുടെ ഫലം ആദ്യം കണ്ടറിഞ്ഞത് കൊച്ചുകുട്ടികളാണ്. അതേ തുടർന്ന് അനുഗ്രഹം തേടി ഇടമുറിയാതെ ജനസാഗരം ഒഴുകിയെത്തുകയായിരുന്നു. ഓരോ വർഷം കഴിയുന്തോറും അത് കൂടുതലായി വരികയും ചെയ്യുന്നു. സഹനവും ത്യാഗവുമില്ലാതെ ആർക്കും ആരെയും സ്നേഹിക്കാനാവില്ല എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് വിശുദ്ധ അൽഫോൻസാമ.